വഴിക്ക് പ്രൊഫഷനാക്കുമ്പോൾ പലതരത്തിൽ ഇതിനെ കമേഴ്സ്യലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കിത് ലെൻസ് തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നത് അത്രയും കാര്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതുപോലും നിലനിൽക്കാത്തൊരു പരിപാടിയാണ്. ഇതെങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും പിള്ളേർ മെസ്സേജ് ഇടാറുണ്ട്, ചേട്ടാ ഇതിൽ നിന്ന് എങ്ങനെയാ, ഞാൻ ഡിഗ്രി +2 കഴിഞ്ഞു, ഡിഗ്രി പോട്ടെ +2 കഴിഞ്ഞു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു പോലെ സിനിമയിലൊക്കെ കാണാനും ഇതിൽ കാണാനും ഒക്കെ രസമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോലി എടുത്ത് പണിയെടുത്ത് കാശ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കും ചെയ്ത് അതിൽ നിന്നുള്ള ഇൻകം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അതായത് ഓരോന്ന് മേടിക്കാനും ഇതിനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇഫ് യു ആർ ലക്കി സംടൈംസ് യു മേ ഗെറ്റ് സം അവാർഡ്സ് ആൻഡ് ഓൾ, യു നെവർ നോ, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലക്ക്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫോട്ടോ കിട്ടി, ആ ഫോട്ടോയ്ക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ ഒരു ബൂം കിട്ടും. പക്ഷെ ഇതിന് നമുക്ക് പാഷനേറ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ഇതാണ്. നമുക്ക് പാഷൻ മാത്രം പോരാ, ഫിനാൻഷ്യലി ഇച്ചിരി കോസ്റ്റ്ലിസ്റ്റുള്ള ഹോബിയാണ്. കാരണം ലെൻസും ക്യാമറ 400 2.8 എന്നൊക്കെ പറയുമ്പോൾ നിക്കോണിൻ്റെ 400 2.8 12+ lakhs ആണ് വില. അതുപോലെ നമ്മൾ ഓരോ ട്രിപ്പുകളും ഓരോ സ്ഥലത്തും കാട്ടിൽ പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ പോകണതിന് നല്ല കാശ് കൊടുക്കണം. ഒരു ദിവസം കമ്പനിയിലൊക്കെ പോയി JLR-ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുന്നുണ്ടെങ്കിൽ 8,000 to 9,000 പെർ പേഴ്സൺ ഒക്കെ കൊടുക്കേണ്ടി വരും ചിലവ്. അല്ലാതെയും പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഡൈവേഴ്സിറ്റി ആഡ് ചെയ്തേ പറ്റൂ. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഡിഫറെൻറ്റ് ഇത് വേണം. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് മാത്രം നിന്നിട്ട് കാര്യമില്ല. പക്ഷെ പഠിക്കേണ്ട സമയത്ത് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് നിന്നും പഠിക്കാം. പക്ഷെ നമ്മളൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ നേരത്ത് നമുക്കത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ട്രാവൽ ചെയ്യേണ്ടി വരും, പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം സ്റ്റാർട്ടഡ് ഏർണിങ് ഫ്രം ദിസ്. പക്ഷെ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്നത് ഒരു അങ്ങനെയാണ് മേടിച്ചത്. പേഴ്സണൽ ലോൺ എടുത്ത് ലെൻസ് മേടിക്കും, EMI ശമ്പളം കിട്ടുന്നതിന് EMI അടയ്ക്കും, അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും അതൊന്നും കാണില്ല. അപ്പോൾ എല്ലാവരും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 400K ഫോളോവേഴ്സ്, ടാറ്റോ ഒക്കെ അടിച്ച് കടുക്കനൊക്കെ ഇട്ട് കുറേ ടാറ്റോ ഒക്കെ അടിച്ചിരിക്കുന്ന ഒരാൾ, അതേ അവർ കാണുന്നുള്ളൂ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിള്ളേർ അപ്കമിങ് ആയിട്ടുള്ള പിള്ളേരൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരിധി വരെ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത്. എനിക്ക് മടിയൊന്നുമില്ല. കാരണം മറ്റേ നിവിൻ പോളി പറയുന്ന ഒറ്റയ്ക്ക് വഴി വെട്ടിയൊന്നുമല്ല. അപ്പൊ അതൊന്നും പറയണതിന് മടിയൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ സ്ട്രഗിൾ ഭയങ്കര, ആ സ്ട്രഗിൾ ഓവർകം ചെയ്ത് നമ്മൾ അന്നേരം ഗിവ് അപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റീച്ച്. അപ്പൊ ഇതിൽ ഇൻകം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നമുക്ക് കൊളാബ്സ് ഒക്കെ വരും. പിന്നെ മൊബൈൽ ബ്രാൻഡിൻ്റെ കോൺട്രാക്റ്റുകളും പിന്നെ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ വരും, വീഡിയോ പ്രൊജക്റ്റുകൾ വരും. നമുക്ക് വീഡിയോ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഒരു മൂവിക്ക് വേണ്ടി, ഒരു ഹിന്ദി മൂവിക്ക് വേണ്ടി അവർക്ക് കണ്ടന്റ് വേണം, ഇപ്പോൾ അത് കൊടുത്തു. അങ്ങനെയൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അത് നമ്മൾ അതിലെത്താൻ കുറേ സമയം എടുക്കും. അതിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി മാത്രം പോരാ, അവിടെയാണ് ഒരു പ്രശ്നം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആർട്ടിനായിരുന്നു വാല്യൂ. ഇപ്പൊ ആർട്ടിസ്റ്റിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റിന്റെ കണ്ടന്റ് മാത്രമല്ല, ആർട്ടിസ്റ്റിന്റെ 4 പേര് അറിയണവരാണോ, അതും കൂടി ഉണ്ടാക്കിയെടുക്കാൻ കുറെ സമയം എടുക്കും. കാരണം അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പോയില്ലെങ്കിൽ അത് നടക്കൂല. ശരിയല്ലേ? കാരണം നമുക്കിപ്പോൾ ഒരു ഞാനൊരു പരിധി വരെയുള്ള ഫോട്ടോഗ്രാഫൊക്കെ നോക്കുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കും. നല്ല ഫോട്ടോഗ്രാഫാണ്, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിക്കും, കമന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ആരാണ് എടുത്തതെന്ന് നോക്കണേ. അപ്പൊ നമുക്ക് ചിലപ്പോൾ അതൊരു 500K ഫോളോവർ ആയിരിക്കും, ചിലപ്പോൾ അത് 50 ഫോളോവേഴ്സ് ഉള്ള ആളായിരിക്കും. പക്ഷെ ഒരു പരിധി വരെയുള്ള വേറെ സെക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നത് എത്ര ഫേമസ് ആണ് ആ പർട്ടിക്കുലർ ആളെന്നുള്ളത്. പണ്ടത്തെയൊക്കെ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഒരു എക്സിബിഷൻ നടത്തി അവർ ഫേമസ് ഇതാവും. ഇപ്പോഴത്തെ പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങിയേ പറ്റത്തുള്ളൂ, നമുക്ക് മാറ്റാനും പറ്റില്ല. അപ്പം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കൊളാബ്സും അതും ഇതൊക്കെ കിട്ടും. ദൈവം സഹായിച്ചു ഇപ്പം ഇത്ര ഉള്ള കാരണം, ഇങ്ങനെ ഇതുള്ള കാരണം, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഇൻകം വരും. പിന്നെ ഫോട്ടോഗ്രാഫി എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും either they have worked somewhere earlier or they have some business, അല്ലെങ്കിൽ ഇപ്പോഴും വർക്ക് ചെയ്തിട്ട് സൈഡിലൂടെ അത് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓർക്കുന്ന ജീവികൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഒറാങ്കുട്ടനെ പോലെ അത്രയും അടുത്ത് നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വേറെ ആരാ ഉള്ളത്? ആനകളാണ് അധികവും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ആനകളെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനയും എല്ലാ ആനിമലിനും ഇഷ്ടമാണ്. പക്ഷെ ആനകൾ ഒരുപാട് ക്ലോസ് എൻകൗണ്ടറുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ചില സീനിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ. ഒരു പ്രാവശ്യം ഞങ്ങൾ വയനാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആനയും കുഞ്ഞും ഞങ്ങളൊരു 60-70 മീറ്റേഴ്സ് ദൂരത്തിൽ നിൽക്കുക. അപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 50 മീറ്റർ 60 മീറ്റർ കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു വിഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലർഡാ എല്ലാം. പക്ഷെ അവർ സ്മെല്ല് കൊണ്ട് നമ്മളിങ്ങനെ ആന ഇങ്ങനെയൊക്കെ
തുമ്പിക്കയൊക്കെ പൊക്കിക്കുമ്പോൾ ആൾക്കാർ പറയും ആ കണ്ടോ സല്യൂട്ട് വരുന്നുണ്ടോ, സല്യൂട്ട് വരുന്നതല്ല മണം പിടിക്കണ നമ്മള്. പക്ഷെ നമുക്ക് അറിയില്ലാത്ത കാരണമായിരുന്നു. അപ്പൊ അത് ഒരു 50-60 അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു വിഷൻ. അത് കഴിഞ്ഞാൽ ദൂരത്തേക്കുള്ളത് നമ്മൾ ഒരു മണം പിടിച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ ദൂരെ നിൽക്കുകയാണ്. അപ്പൊ ഇത് പെട്ടെന്ന് കുഞ്ഞുണ്ട് അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഒച്ചയായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയി. അപ്പൊ കാറ്റടിച്ചപ്പോൾ നമ്മുടെ സ്മെല്ല് ഓട്ടോമാറ്റിക്കലി കാറ്റിൻ്റെ കൂടെ അങ്ങനെ ചെല്ലുള്ളൂ. അപ്പൊ കാറ്റ് ചെന്നാണ് ഇത് പെട്ടെന്ന് വയലൻ്റായി ഞങ്ങളുടെ നേരെ ഓടി വന്നു. അപ്പൊ ഞാൻ ഈ 400 ആകുമ്പോൾ എൻ്റെ കയ്യിലാണ് ഈ ഒരു ട്രൈപോഡ് ഫിറ്റ് ചെയ്ത ട്രൈപോഡിലൊക്കെ ആയിരുന്നു. അതൊക്കെ ഇട്ടിട്ടൊരു ഒറ്റ ഓട്ടം ഓടി. അതൊക്കെ ഓടി ഞാൻ തിരിച്ച് അത് കഴിഞ്ഞ് ആന അവിടെ വന്ന് നിന്നു. ആന വരുമ്പോൾ സാധാരണ എങ്ങനെ വെച്ചാൽ ആന ഇങ്ങനെ ചെവി വിടർത്തി വരികയാണെങ്കിൽ അത് മോക്ക് ചാർജാണ് ഒരു പരിധി വരെ. അതൊന്നും നമ്മളൊന്നും പേടിപ്പിക്കാൻ വേണ്ടി ഓടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതങ്ങനെയായിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി പുറയുന്നൊരു ബ്രർ സൗണ്ട് വന്നു. ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊമ്പൻ പുറയിൽ കൊണ്ടാണ് അതിൻ്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയി ഓടിപ്പോയത്. അങ്ങനെയുള്ള ചില സീൻസൊക്കെ നമ്മൾ മറക്കില്ല. അപ്പൊ അന്നേരം പക്ഷെ അതൊക്കെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് ഇത് ചെയ്യണല്ലോ. കാരണം അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ടെറിട്ടറിയിലേക്ക് ചെന്നേക്കണ. അപ്പൊ നമ്മളതിനെ അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഓടത്തില്ലായിരുന്നു. ഞങ്ങൾ ബാക്ക് സൈഡിലേക്ക് അങ്ങനെ മാറിയാണ്. പക്ഷെ അന്നേരം ചില സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വരും. പക്ഷെ ഒരു പരിധി വരെ ഒന്നും നമ്മളെങ്ങനെ പേടിപ്പിക്കാനേ നോക്കത്തുള്ളൂ. പിന്നെ നമ്മൾ അവരുടെ ഇതിലേക്ക് നമ്മൾ ചെന്നേക്കാണെന്ന ധാരണ നമുക്കും വേണം. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാൾ സോഫയിലൊക്കെ കയറി വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കും എന്ത് ചെയ്യുന്ന ചോദിക്കും, ആരാന്ന് ചോദിക്കും. കുറെ കഴിഞ്ഞിട്ട് മറുപടി ഒന്നും എടുത്തിട്ട് പുറത്തേക്ക് എറിയില്ലേ എന്ന് പറഞ്ഞ സീൻ അത് തന്നെ സെയിം ആണ്. ഈ മോഹം വെക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എങ്കിലും ഒരു മോഹം വെക്കുമല്ലോ, നമ്മുടെ ഉള്ളിൽ ഒരു മോഹം ഉണ്ടാവും. ഇങ്ങനെ ഒരു ഷോട്ട്, ഇങ്ങനെ ഒരു ക്ലിക്ക് എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പരുവപ്പെട്ടതായിരിക്കും, ചില സിറ്റുവേഷൻസിൽ മിസ്സായതും ഉണ്ടാവും. അത് എന്താണ് അടുത്ത? എനിക്ക് ആർട്ടിക് പോകണം വലിയ ആഗ്രഹം. അന്റാർട്ടിക്ക ആ ഭാഗത്തേക്ക് പോകണം. അങ്ങനെ കുറച്ച് അത് ഒരുപാട് ആൾക്കാർ പോയേക്കണം. അതൊന്നും ഒരു വലിയ ഇമ്പോസിബിൾ ടാസ്ക് അല്ല. പക്ഷെ ഞാനിതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടെ പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആർട്ടിക്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ദ അൺഎക്സ്പ്ലോർഡ് എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി കുറേ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ രാജാജി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്, നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് പോയേക്കുന്നവരുണ്ട്. പക്ഷെ അത്ര ഇപ്പം നമ്മൾ ബാക്കിയുള്ള ടൈഗർ റിസർവിൻ്റെ പേരെ അത്ര ഒരു ഇതല്ല. പക്ഷെ ഞാൻ പോയി അവിടെ ഒരു 3 സഫാരി ഞാൻ ചെയ്തു, 3 ഗെയിം ഡ്രൈവ് ചെയ്തു. ആ 3 ഡ്രൈവിൽ ലാസ്റ്റ് ഡ്രൈവിൽ എനിക്ക് കിട്ടിയ ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലായിരുന്നു. മഞ്ഞിൽ ലെപ്പേർഡ് നടക്കുന്നു പോകുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെ നമുക്ക് ലക്കിന് കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോയി കാണാത്ത നമ്മൾ കാണിച്ച് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ആർട്ടിക് അതുപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് മെയിനായിട്ട് ഇപ്പോൾ ആർട്ടിക്കിൽ ഒന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പോൾ കിടക്കുന്ന ഒരു ആഗ്രഹം. അടുത്ത് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കാണുമ്പോൾ അത് സാധിക്കട്ടെ. അങ്ങനെയാണ് ഹോപ്പ്ഫുള്ളി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അടിപൊളി കഥകളാണ് കേട്ടോ ഇതിനകത്തൊക്കെ. ഗിവ് അപ്പ് ചെയ്യാണ്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ചേട്ടൻ പറഞ്ഞാൽ ഇത് നടക്കുകയാണെങ്കിൽ വലിയ സംഭവം. എന്നെ സംബന്ധിച്ചോളം എല്ലാവരും പോകുന്നതാണ്, ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ ആൾക്കാരും ഉണ്ട്. പക്ഷെ എനിക്കത് ഞാൻ കാണുന്ന രീതിയിൽ പോയി ഷൂട്ട് കവർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ നടക്കും, നടന്നു കഴിയുമ്പോൾ ഞാൻ വിളിക്കും. അതെ, അപ്പൊ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു സോ മച്ച്. നമുക്ക് അറിഞ്ഞൂടാത്തൊരു ലോകമാണ് അത് ഭയങ്കര രസമല്ലേ. എനിക്കും ഇതൊരു ആദ്യത്തെ അനുഭവം. അപ്പൊ ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, വൈഫ് താങ്കളുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. പുള്ളി പറഞ്ഞു പ്രത്യേകിച്ച് സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണം കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് പറയണമെന്നും പറഞ്ഞു സ്വീകരിച്ചിരിക്കുന്ന കേട്ടോ. അപ്പൊ അത്രയ്ക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നാമത് കാഷ്വലായിട്ട് സംസാരിക്കാനേ അറിയാം. ഞാൻ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. അപ്പൊ അതിൻ്റെതായ ഇതുണ്ടാവുമെന്ന് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഇതാണ് നല്ല ഞങ്ങൾക്ക് ഇത് കേൾക്കാനാണ് ഇഷ്ടം. ഞാൻ പണ്ട് അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛൻ സോഷ്യൽ ആക്റ്റീവ്, പഴയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ ഒരുപാട് സംസാരിക്കും. എൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവരാദ്യം എന്നോട് ചോദിക്കും അച്ഛൻ വീട്ടിലുണ്ടോന്ന് ചോദിക്കും. പോവാന്ന് പറയും. എന്നാ പിന്നെ വരാന്ന് പറയും. കാരണം വന്നു കഴിഞ്ഞാൽ ഇവര് അച്ഛൻ കത്തി വയ്ക്കും എന്ന് പറഞ്ഞ ഒരേ അവസ്ഥയാണ് എൻ്റെ. ഞാനും വീട്ടിൽ വൈഫ് എപ്പോഴും പറയും സുഭാഷിൻ്റെ കൂടെ ഒരാൾ ട്രെയിനിലായിക്കോട്ടെ, ഫ്ലൈറ്റിലായിക്കോട്ടെ, ഓട്ടോറിക്ഷയിലായിക്കോട്ടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ബൈ ദ ടൈം യു റീച്ച് ദ ഡെസ്റ്റിനേഷൻ the other person will be knowing how many loans you have, how many places you travel, എങ്ങനെയൊക്കെയായിരുന്നു ജീവിതം എന്നുള്ള എല്ലാം പറയും. എനിക്ക് ഹൈഡ് അറിയാൻ പാടില്ല. ഒരു പരിധി വരെയുള്ള ഒരു കാര്യങ്ങളും ഹൈഡ് ചെയ്യേണ്ട വളരെ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹൈഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ബുക്കാണ്. കാർഡ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ തുറന്നു വെച്ചതിന് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.